ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സെയിൻസ് ഓഫ് വാഗമൺ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗലീലയിലെ കാനാ സ്വദേശിയായ വിശുദ്ധ ബർത്തലോമിയോ ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. വേദപാരംഗതനായ വിശുദ്ധ ബർത്തലോമിയോ അപ്പോസ്തലനായ വിശുദ്ധ ഫിലിപ്പോസിന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും സത്യത്തിന് നേരെ തുറന്നിട്ടിരുന്നു. വിശുദ്ധൻ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഫിലിപ്പോസിനോടൊപ്പം ഈശോയെ കാണാനായി പോവുകയും കണ്ട മാത്രയിൽ തന്നെ അത് രക്ഷകനായ ദൈവപുത്രനാണെന്ന സത്യം തിരിച്ചറിയുകയും ചെയ്തു. ആദ്യ പെന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ സമ്മാനിതനായ വിശുദ്ധ ബർത്തലോമിയോ ഏഷ്യ മൈനർ, വടക്ക് പടിഞ്ഞാറ് അർമേനിയ എന്നിവിടങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നഥാനിയേൽ എന്ന പേരിലാണ് വിശുദ്ധ ബർത്തലോമിയോ അറിയപ്പെടുന്നത്. ഈശോയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ വിശുദ്ധ ബർത്തലോമിയെ കുറിച്ച് ഈശോ ഇപ്രകാരം പറഞ്ഞു: ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഈശോയുടെ ഉയർപ്പിന് ശേഷം ഗലീലിൽ കടലിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട രക്ഷകന്റെ പ്രത്യക്ഷപ്പെടലിന് സാക്ഷ്യം വഹിച്ച ചുരുക്കം ചില അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ ബർത്തലോമിയോ. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം വിശുദ്ധ ബർത്തലോമിയോ അർമേനിയയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുകയും അവിടെ വെച്ച് രക്തസാക്ഷിത്വം കൈവരിക്കുകയും ചെയ്തു. ജീവനോടെ തന്നെ വിശുദ്ധന്റെ ശരീരത്തിൽ നിന്നും തൊലി ഉരിഞ്ഞെടുക്കുകയാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അർമേനിയക്കാർ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ അപ്പസ്തോലൻ എന്ന നിലയിൽ വിശുദ്ധ ബർത്തലോമിയോയെ ആദരിച്ചു വരുന്നു. വിശുദ്ധ ബർത്തലോമിയോയെ പോലെ നമുക്കും രക്ഷകനായ ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറാം.